ആരാണ് പോലീസുകാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്യത്തിൽ നമുക്ക് ഉത്തരം പറയാം. സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും, അതായത് പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഉത്തരവാദിത്വപ്പെട്ട കാവൽക്കാരാണ് പോലീസുകാർ. അങ്ങനെയാണോ പോലീസുകാർ നമ്മളോട് പെരുമാറുന്നത്? ബഹുഭൂരിപക്ഷവും അങ്ങനെയല്ല. 99% അങ്ങനെയല്ല എന്ന് പറയുന്നതും തെറ്റില്ല എന്നതാണ് അവസ്ഥ. അവർ നല്ല സ്വഭാവക്കാരാണ്, നമ്മോട് നല്ലതായി പെരുമാറുന്നുണ്ട്, കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ എങ്കിലും അവരുടെ യൂണിഫോം അവർക്കുള്ളപ്പോൾ അവരൊരു അധികാരികളെ പോലെയാണ്, അതായത് ഒരു ധിക്കാരികളെ പോലെയാണ് സാധാരണക്കാരോട് പെരുമാറുന്നതായി കാണുന്നത്. അത് വാഹന ചെക്കിങ്ങിലായാലും അല്ലാതെയായാലും ഒരു കേസ് അന്വേഷിക്കാൻ പോയാലും പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴായാലും ഒക്കെ എടാ പോടാ വാട വിളികളും അല്ലെങ്കിൽ അതുപോലെ താഴ്ചത നിറഞ്ഞ നീയൊക്കെ വെറും ആരൊക്കെയാണ് എന്ന രീതിയിൽ നമ്മളെയൊക്കെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ചില പെരുമാറ്റങ്ങളും സംസാരങ്ങളും പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. എന്നാൽ വളരെ അപൂർവ സന്ദർഭങ്ങളിൽ അല്ലാത്ത പോലീസുകാരും ഉണ്ട്. എങ്കിലും ബഹുഭൂരിപക്ഷവും ഇത്തരത്തിൽ ഇടപെട്ട് തുടങ്ങുന്നു എന്നത് സത്യമാണ്, പരമമായ സത്യമാണ്. സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഒരുപാട് അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട്. അവരുടെ ജോലി പോകുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ കുറച്ച് മുമ്പ് ആയൂരിൽ നടന്നിട്ടുള്ള, മഞ്ഞപ്പാറ നടന്നിട്ടുള്ള ഒരു സംഭവം നമുക്കറിയാം. ഒരു പ്രൊഫഷണൽ SI ഒരു ജോലിക്ക് പോരുന്ന ഒരു വൃദ്ധനെ കൈനീട്ടി അടിച്ചു. സത്യത്തിൽ അയാൾ കുറ്റവാളിയാണെങ്കിൽ കൂടി അങ്ങനെ അടിക്കാൻ പാടില്ല. അത് പോലീസുകാർക്ക് പറഞ്ഞിട്ടുള്ളതുമല്ല. പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാരാകുമ്പോൾ ഒരു ബഹുമാനം, കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. ഒന്നുമില്ലെങ്കിലും കുറച്ച് മര്യാദയെങ്കിലും വേണം. അവിടെ പെട്ടെന്ന് അധികാരത്തിൽ കയറിയതിൻ്റെ ആ ഒരു ആവേശവും ചൂടും കൈക്കുരുത്ത് അറിയിച്ചു. അതിൻ്റെ ദോഷഫലം അദ്ദേഹം അറിയുകയും ചെയ്തു. ഈ അടുത്ത് പാണ്ടിക്കാട്, അത് അവസാനത്തെ ആയിട്ട് ഇവിടെ പാണ്ടിക്കാട് ഉത്സവവുമായി ബന്ധപ്പെട്ട് കുറച്ച് പേര് തമ്മിൽ അടികൂടുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ അടിപിടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ പിടിച്ചുകൊണ്ട് വരേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് എന്നതുകൊണ്ട്, അവരുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സമാണെന്നത് കൊണ്ട് അത് നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. പക്ഷേ ആ പോലീസ് ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ, പ്രതികൾ ആയാലും ഗുണ്ടകളായാലും ആരായാലും പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവർക്കും ഇതേ നീതി നിയമമൊക്കെ ബാധകമാണ് എന്നൊരു ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ പിടിക്കപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ആ വ്യക്തി അല്ലെങ്കിൽ വിളിച്ചു വരുത്തപ്പെട്ട വ്യക്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നു. ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ താനൊരു ഹൃദ്രോഗിയാണ്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് സീരിയസ് ആയിട്ട് എടുക്കാതെ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. ചോദ്യം ചെയ്യാന്ന് പറയുമ്പോൾ അത് ശാരീരികമായിട്ടാണോ മാനസികമായിട്ടാണോ എന്നറിയില്ല. ഏതായാലും അയാൾ കുഴഞ്ഞു വീണു, മരണപ്പെട്ടു. ഇപ്പോൾ അത് സംബന്ധിച്ച് 2 പേർ സസ്പെൻഷനിലുമാണ്. സസ്പെൻഷനൊക്കെ കുറച്ച് കഴിയുമ്പോൾ പൂർവാധികം പഴയ ശമ്പളമൊക്കെ കൊടുത്ത് തിരിച്ച് അവർ അധികാരത്തിൽ കയറുക തന്നെ ചെയ്യും. ഇവിടെ പോലീസുകാരെന്ന് പറയുന്ന ആ ഒരു വിഭാഗം സത്യത്തിൽ പൊതുജനങ്ങളുമായി എങ്ങനെയാണ് ഇടപെടുന്നത്? പോലീസുകാർ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ കാവൽക്കാരായിട്ട് സാധാരണക്കാരുമായി സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയല്ല കണ്ടുവരുന്നത്. ഉദാഹരണത്തിന് വിദേശത്ത്, യൂറോപ്യൻ രാജ്യങ്ങളിൽ, പരിഷ്കൃത രാജ്യങ്ങളിൽ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു വാഹന പരിശോധനയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യ ആണെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് തന്നെയാണ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ ഗുഡ് ഈവനിങ്ങോ ഒക്കെ തന്ന് തന്നെയാണ് അവർ വരുന്നത്. എന്നിട്ട് മാന്യമായി സംസാരിക്കും. കുറ്റവാളിയാണെങ്കിൽ താങ്കൾ അറസ്റ്റ് ചെയ്യുകയാണെന്നൊക്കെ പറയും. മര്യാദയ്ക്കാണ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മുടെ പോലീസുകാർ, കേരളത്തിലെ പോലീസുകാർ ആ മര്യാദയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇനിയും നൂറ്റാണ്ടുകൾ കഴിയണമെന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നു. കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ആ വരുന്ന വ്യക്തികൾ ആര് തന്നെ ആയിരുന്നാലും, അതല്ലെങ്കിൽ ഒരു കേസ് അന്വേഷിക്കാൻ വരുമ്പോൾ, അതല്ലെങ്കിൽ മറ്റ് പൊതുസ്ഥലങ്ങളിൽ ഇടപെടുമ്പോൾ അവരിടപെടുന്ന വ്യക്തികളെല്ലാം ഏതോ ഒരു നികൃഷ്ട ജീവികളാണ് അല്ലെങ്കിൽ അതുപോലെ പെരുമാറേണ്ടവരാണ് എന്ന രീതിയിൽ ഈ പല പോലീസുകാരും പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. എന്നോട് തന്നെ മോശമായി പെരുമാറിയ സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. കുറെ മുമ്പ് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന AG ലാൽ എന്ന സബ് ഇൻസ്പെക്ടർ, അദ്ദേഹം ഒരു വൃത്തികെട്ട ഒരു SI ആയിരുന്നു അന്ന് എന്നെനിക്ക് പറയാതിരിക്കാൻ വയ്യ. എന്താണ് വാസ്തവം, എന്താണ് സത്യം എന്നൊക്കെ അറിയുന്നതിന് സ്ഥാനത്ത് പോലീസ് ആ SIയുടെ മുന്നിൽ നിന്ന് എന്നെ കൈ നീട്ടി എൻ്റെ കർണക്കുറ്റിക്ക് അടിച്ചത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ഇന്നൊരു പക്ഷേ പോലീസ് സേനയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം മനസ്സിലാക്കണം, അദ്ദേഹം കാണിച്ചത് തെറ്റായ ഒരു രീതിയാണ്, ശരിയായ ഒരു നടപടിയല്ല അദ്ദേഹം ചെയ്തത്. കൈനീട്ടി എൻ്റെ മുഖത്ത്, സാബു കൊട്ടോട്ടി എന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മുഖത്താണ് ഈ AG ലാൽ എന്ന പോലീസുകാരൻ അടിച്ചത്. അവിടെ മുതലാണ് ഞാൻ പോലീസുകാരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നല്ല പോലീസുകാർ ഒരുപാടുണ്ട്. പോലീസുകാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് പോലീസുകാർ കള്ളക്കേസിൽ പെടുമ്പോൾ
അവർ അത് കള്ളക്കേസാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതുകൂടി പറയാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇപ്പോൾ പാലിയേക്കര ടോൾ പ്ലാസയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പെട്ടെന്ന് കാസർഗോഡേക്ക് സ്ഥലം മാറ്റപ്പെട്ട KK രവീന്ദ്രൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് വേണ്ടി കേരളത്തിൽ ആരും സംസാരിക്കാനില്ലാതിരുന്നപ്പോൾ ഞാനാണ് സംസാരിച്ചത്. നേരത്തെ ഞാൻ പരാമർശിച്ച ആ ചടയമംഗലത്തെ പോലീസുകാരൻ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സംസാരിച്ചു. അവസാനം ആലത്തൂരിൽ അഡ്വക്കേറ്റുമായി ചേർന്നിട്ടുള്ള ഒരു ഫൈറ്റ് നമ്മൾ കണ്ടതാണ്. നമ്മൾ കണ്ട സോഷ്യൽ മീഡിയ സൈറ്റിൽ കണ്ട ആ വീഡിയോയ്ക്ക് മുമ്പ് മറ്റു ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചു. അങ്ങനെ നിയമപരമായും അല്ലാതെയും ഒക്കെ പോകേണ്ടി വന്ന പല സാഹചര്യങ്ങളുണ്ട്. KK രവീന്ദ്രൻ എന്ന ഡിവൈഎസ്പിയുടെ കേസിലാണെങ്കിൽ അദ്ദേഹത്തെ തിരിച്ച് കാസർഗോഡ് നിന്ന് തൃശ്ശൂരേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു പങ്ക് വഹിക്കാൻ എനിക്ക് കഴിഞ്ഞു. 2 ആഴ്ചയ്ക്കുള്ളിൽ തിരികെ കൊണ്ടുവന്നു, ഗവൺമെന്റിന്റെ ഭാഗത്ത് തെറ്റ് മനസ്സിലാക്കിയിട്ട്. അപ്പൊ പോലീസുകാർക്ക് വേണ്ടി ഒരു പൊതുജനം എന്ന നിലയിൽ എന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഒരു സമൂഹം എന്ന നിലയിൽ പോലീസുകാർക്ക് വേണ്ടി ഞാനും സംസാരിക്കാറുണ്ട്. എന്ന് വെച്ച് അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കരണം വഹിച്ച് എന്നെ അടിച്ചിട്ടുള്ള AG ലാൽ എന്ന വൃത്തികെട്ട പോലീസുകാരൻ. ഇന്നൊരു പക്ഷേ ആള് ജോലിയിലുണ്ടെങ്കിൽ SP സ്ഥാനത്തായിരിക്കും ഉണ്ടാകുക, ചിലപ്പോൾ പെൻഷൻ പറ്റി പോയി എന്ന് വരും. എന്തോ ആയിക്കോട്ടെ, ഏതായാലും വളരെ മോശമായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപാടുകൾ. ആ കാലത്തൊക്കെ വളരെ മോശം പോലീസുകാരാണ്. ഇന്നും അത്തരത്തിൽ പോലീസുകാർ ഒരുപാടുണ്ട്, പക്ഷെ നല്ല പോലീസുകാരുമുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാൻ ബന്ധപ്പെട്ട പല പോലീസുകൾ, തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ, കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ, അതുപോലെ വേങ്ങര പോലീസ് സ്റ്റേഷൻ, അങ്ങനെ ധാരാളം പോലീസ് സ്റ്റേഷനുകളിൽ, എൻ്റെ അടുത്ത പോലീസ് സ്റ്റേഷനുകളിലും, അതുപോലെ കേരളത്തിന്റെ പല ഭാഗത്തായി മറ്റു പല കാര്യങ്ങൾക്കും പോകുന്നത് കൊണ്ട് മറ്റു പോലീസ് സ്റ്റേഷനുകളും, അതുപോലെ ടെലിഫോണിൽ നമുക്ക് ചില എന്തെങ്കിലും ആവശ്യങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കുമ്പോൾ മാന്യമായി കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അങ്ങനെ ഒത്തിരി മേഖലയിൽ നല്ല പോലീസുകാരും ഉണ്ട്, സ്റ്റേഷനുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവരൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വ്യക്തി ചെല്ലുമ്പോൾ അവരോട് പെരുമാറുന്ന ഒരു രീതി ഇനിയും മാറേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, ഏതൊരു വ്യക്തിക്കാണ് പോലീസ് സ്റ്റേഷനിൽ ധൈര്യപൂർവ്വം സാധാരണ മറ്റുള്ളവർ പെരുമാറുന്നത് പോലെ ആ ഒരു രീതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറാൻ സാധിക്കില്ല. കാരണം ഒരു ഭയത്തോടു കൂടിയാണ് ഇവൻ പിടിച്ച് അകത്താക്കുമോ, ഇനി മറ്റേ കള്ളക്കേസ് എന്തെങ്കിലും എടുത്ത് തലയിൽ വെച്ച് തരും എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അതും ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു. ഇപ്പോൾ സിദ്ധാർത്ഥ വധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്തതാണ് എന്ന് ആദ്യം തന്നെ പോലീസുകാർ തീരുമാനിക്കുന്നത് നമ്മൾ കണ്ടു. ചില കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് ആർക്കോ വേണ്ടി പണിയെടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഗവർണറും SFIയുമായിട്ടുള്ള ചില തർക്കവിതർക്കങ്ങൾ കാണുമ്പോൾ ആ സമയത്ത് ഗവർണറെ സംരക്ഷിക്കുന്നതിന് പകരം SFI വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ നമ്മൾ കണ്ടു. അതായത് പോലീസുകാർ എന്നത് സ്വന്തം ഉത്തരവാദിത്വം മറന്ന് മറ്റാർക്കൊക്കെയോ വേണ്ടി വിധേയപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയും കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരള പോലീസ് എന്ന് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന, കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പൊതുജനങ്ങളുമായി സൗഹൃദം സൂക്ഷിക്കുന്ന, നല്ല ബന്ധം സൂക്ഷിക്കുന്ന ജനസംരക്ഷകരായി നിലനിൽക്കണമെന്നാണ്. അങ്ങനെ എത്ര പേർക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോലീസുകാർ, എനിക്ക് പേരെടുത്ത് പറയാൻ കഴിയും. ഇപ്പോൾ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലെ ഒരു വിനോദ് കുമാർ ഉണ്ട്. അങ്ങനെ ഒത്തിരി പേർ നല്ല ഇടപെടൽ, നല്ല സഹകരണമുള്ള, ജനങ്ങളുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരുപാട് പേർ, ഫിലിപ്പ് മമ്പാടൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒത്തിരി പേര് നമുക്ക് എടുത്ത് കാണിക്കാനുണ്ട്. പക്ഷെ പൊതുവെ പോലീസുകാർ എന്നത് ചീത്തപ്പേര് കേൾപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പാണ്ടിക്കാട് തന്നെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് 2 പേര് സസ്പെൻഡ് ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ തന്നെയാണ് കാരണം. 10 നല്ല കാര്യങ്ങൾ പലരും ചെയ്താലും പോലീസുകാർ എപ്പോഴും ഭയപ്പെടുന്നതിന് കാരണം അവരുടെ സ്വഭാവമാണ്. ആ സ്വഭാവ രീതി മാറണം. പൊതുജനങ്ങളുമായി ഇടപെടുന്ന പോലീസിന്റെ ഒരു സ്വഭാവം അതൊന്ന് മാറണം. കുറച്ച് മര്യാദയ്ക്ക് സൗമ്യതയോടെ സംസാരിക്കാൻ കഴിയണം. ക്രിമിനലുകളെ പിടിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ക്രിമിനലുകളായാണ് പോലീസുകാർ പലപ്പോഴും പെരുമാറുന്നതെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അത്തരം തോന്നലുകൾ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഇപ്പോൾ പൊതുനിരത്തുകളിൽ ഹെൽമെറ്റ് ഇല്ലാത്തതിന്, സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതിനൊക്കെ പിടിച്ചു നിർത്തിയിട്ട് പെരുമാറുന്ന പെരുമാറ്റം കണ്ടാൽ സങ്കടം വന്നു പോകും. ഓരോ അത്യാവശ്യത്തിന് എങ്ങോട്ടെങ്കിലും പോകുന്നതായിരിക്കും. ആ പോകുന്ന പോക്ക് അവർ പോകാൻ സമ്മതിക്കില്ല. അവരുടെ എല്ലാ പ്രതീക്ഷയും അണച്ച് അവരുടെ എല്ലാം തകിടം മറിച്ചാണ് അവർ പെരുമാറുന്നത്. എന്നാൽ നിയമലംഘനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ അപ്പോൾ യാത്ര പുറപ്പെടാൻ, അവരുടെ ലക്ഷ്യത്തേക്ക് പോകാൻ സഹായിക്കുകയും വേണ്ടി വന്നാൽ അവരെ അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും പിന്നീട് സ്റ്റേഷനിലേക്ക് വന്ന് അതിന് പരിഹാരം ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയും ചെയ്യുന്നതിന് പകരം അവിടെ ഇട്ട് വട്ടം ചുറ്റിക്കുന്ന പോലീസുകാരെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. വളരെ മോശമാണ് അതൊക്കെ. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താണ് വാസ്തവം എന്ന് അറിയാതെ പ്രതികരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ AG ലാൽ എന്ന് പറയുന്ന ആ ഒരു പോലീസുകാരനെ പോലെ, അന്നത്തെ SI പോലെ, അങ്ങനെയുള്ള ഒരുപാട് പേർ, അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മര്യാദയ്ക്ക് പെരുമാറുന്നുണ്ട്. ഫിലിപ്പ് മമ്പാടിനെ പോലുള്ള നല്ല വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ
മറ്റുള്ളവരെ കണ്ടിട്ടുണ്ട്. ഈ ഫിലിപ്പ് എമ്പാടുമായിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊറോണയുടെ ആ ഒരു വലിയ പീരീഡിൽ ഒരു വ്യക്തിയെ പെട്ടെന്ന് കൗൺസിലിംഗ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. യാത്ര വളരെ പ്രയാസമാണ്, പോലീസ് അനുവദിക്കില്ല. ഞാൻ എൻ്റെ ID കാർഡ് എടുത്തിട്ടില്ല, എടുക്കാതെയാണ് യാത്ര തിരിച്ചത്. സ്വാഭാവികമായും കരിപ്പൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലെത്തിയപ്പോൾ അവർ തടഞ്ഞു. പക്ഷേ ഞാൻ എന്താണ് ഏതാണ് എന്ന് കൃത്യമായി കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അവിടുത്തെ SHOയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായിട്ട് എന്നെ യാത്ര തുടരാൻ അനുവദിക്കുകയൊക്കെ ചെയ്ത കഥയുണ്ട്. അപ്പോൾ അത് ഫിലിപ്പ് എമ്പാടിന്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഏത് സന്ദർഭത്തിലും ഇതുപോലെ ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത്തരം സന്ദർഭങ്ങളല്ല ഭൂരിപക്ഷവും. വളരെ മോശമായി പെരുമാറുന്ന AG ലാലിനെ പോലെയുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരാണ്. ബഹുഭൂരിപക്ഷം എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. ആ സ്ഥിതി മാറണം. ജനങ്ങളോട് പെരുമാറുന്ന, നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരായി മാറണം. മാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ പോലീസുകാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഇനിയും ജനം പഴിച്ചുകൊണ്ടിരിക്കും, ശപിച്ചുകൊണ്ടിരിക്കും.